അവർ വെക്കുന്ന മേലൊക്കെ ഞങ്ങൾ എന്തായാലും വെക്കും. 400 അടിയോട് കൂടി ഏറ്റവും വലിയൊരു ഫ്ലെക്സ് എന്ന റെക്കോർഡ് ഇപ്പൊ കുറച്ച് മുമ്പ് നമ്മുടെ ഗൂഗിളിൽ വന്നിട്ടുണ്ട്. പിന്നെ വേൾഡിലെ തന്നെ 400 അടിയോട് കൂടി ഏറ്റവും വലിയൊരു ഫ്ലെക്സ് എന്ന റെക്കോർഡ് ഇപ്പൊ കുറച്ച് മുമ്പ് നമ്മുടെ ഗൂഗിളിൽ വന്നിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ചെക്ക് ചെയ്യണം. അത്തരത്തിലുള്ള ഒരു അഭിമാനമാണ് ജാസ് മുണ്ട ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ എല്ലാ പ്രവർത്തകരെയും മുക്തകണ്ഠം അനുമോദിക്കുന്നു. 4 വർഷങ്ങളിൽ കൂടുമ്പോഴാണല്ലോ നമ്മുടെ ഫുട്ബോൾ മേളങ്ങളൊക്കെ വരുന്നത്. ഇവിടെ ജാതി മത രാഷ്ട്രീയ വർഗവർണ്ണ ഭേദമന്യേ എല്ലാവരും ഫുട്ബോളിന്റെ പേരിൽ ജാതിയുടെ മതത്തിന്റെയും വർണ്ണത്തിന്റെ പേരിൽ ജനങ്ങൾ ഭിന്നിക്കുമ്പോൾ ഫുട്ബോളിന്റെ പേരിൽ 4 വർഷം കൂടുമ്പോൾ ജനങ്ങൾ എല്ലാവരും ഒരുമിപ്പിക്കുകയാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഈ ഒരു മഹാ ഉത്സവത്തെ എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. അവർ 15 ദിവസമായി പണി തുടങ്ങിയിട്ട് ഇപ്പോൾ കാൽ നാട്ടിൽ കഴിഞ്ഞിട്ടില്ല. ഞങ്ങൾ 5 ദിവസത്തിന്റെ വാശിപ്പുറത്താണിത് വേൾഡ് റെക്കോർഡ് ഇടം പിടിച്ചത്. അപ്പൊ ഞങ്ങൾ അവർ വെക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നതാണ്. ഞങ്ങൾ തുടരും. അവർ വെച്ചത് 4 മണിക്കൂറുള്ള ഞങ്ങൾ അടുത്തത് ഇവിടെ ഞങ്ങൾ ഇത് കൂട്ടും. ഇതിനിപ്പോ 1.5 ലക്ഷം രൂപ തന്നെ ചിലവായി. അത് ഇതിനേക്കാൾ കൂടുതൽ എക്സ്പെൻസ് വരും. കാരണം പിന്നെ ഞങ്ങൾ ബ്രസീൽ ഫാൻസിന്റെ കുട്ടികളൊരു 10-30 ആൾക്കാരുണ്ടായിരുന്നു. എല്ലാവരും പാടെ കൂടി സംയുക്ത ആയതുകൊണ്ടാണ് അയിമ നിന്നത്. അല്ലെങ്കിൽ അതിന്റെ മേലൊക്കെ ചിലവ് പോയി. അവർ വെക്കുന്ന മേലൊക്കെ ഞങ്ങൾ എന്തായാലും വെക്കും. ഇപ്രാവശ്യം ജാസ് ക്ലബിന്റെ ബ്രസീൽ ഫാൻസിന്റെ കുട്ടികള് ഈ റെക്കോർഡ് ആർക്കും വിട്ടുകൊടുക്കൂല. ആ വാശി തന്നെ ഞങ്ങൾ നിൽക്കാറ്. ആരാധന എന്ന് പറയണമെങ്കിൽ റൊസാരിയോ റൊണാൾഡോ പറഞ്ഞ ബ്രസീലിൻ്റെ ഒരു ഫുട്ബോൾ പ്ലെയർ ഉണ്ട്. ആളുടെ വലിയ ഫാനാണ്. മൂപ്പരുടെ കളിയും കൂടി കണ്ടപ്പോൾ എനിക്ക് ബ്രസീലിനോടുള്ള ആരാധന ഭയങ്കരമായിട്ട് അങ്ങ് കയറി. പിന്നെ അങ്ങനെ ഞാൻ 2016 വീട് കെട്ടിയപ്പോൾ എന്ത് ചെയ്യാമെന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് എൻ്റെ ആരാധന എങ്ങനെ ചെയ്യാം. അപ്പോഴാണ് വേൾഡ് കപ്പ് വരുന്നത് 2018. അങ്ങനെ സ്വന്തം വീട്ടിൽ തന്നെ ബ്രസീലിൻ്റെ പതാകയുടെ പെയിൻറ്റ് അടിച്ച് കളയാന്ന് പറഞ്ഞിട്ട് അങ്ങനെ അടിച്ചതാണ് ഈ കാണുന്നത്. നമുക്ക് കെട്ടുകളിവും പോലുമില്ലാത്ത കുറസാവോ, കേപ്പ് വെർദെ പോലുള്ള രാജ്യങ്ങൾ ഈ വേൾഡ് കപ്പിൽ കളിക്കുന്നു. പട്ടിണിപ്പാവങ്ങളായ ഹെയ്ത്തി ഈ വേൾഡ് കപ്പിൽ കളിക്കുന്നു. ഇങ്ങനെയൊക്കെ ആവുമ്പോഴും ഇന്ത്യക്കാരെന്നുള്ള നിലക്ക്, മലയാളികൾ എന്നുള്ള നിലക്ക് നമ്മളെ ഒരു സങ്കടം എന്ന് പറയുന്നത്, ഒന്ന്, നമ്മുടെ രാജ്യത്തിന് ഇതുവരെ വേൾഡ് കപ്പ് കളിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. പല രാജ്യങ്ങളും ഫുട്ബോളിൽ മുന്നേറുമ്പോൾ നമ്മൾ താഴേക്ക് പോവുകയാണ്. ഇപ്പോൾ ഏറ്റവും പുതിയ ഫിഫ റാങ്കിങ്ങിൽ നമ്മൾ 139 സ്ഥാനത്തേക്കാണ് വന്നിരിക്കുന്നത്. നമ്മളെക്കാളും ദുർബലരായ രാജ്യങ്ങൾ വേൾഡ് കപ്പ് കളിക്കാൻ പോവുകയും ചെയ്യാണ്. എന്നാലും ഇത് ഈ സങ്കടത്തിൻ്റെ ഇടയ്ക്കും മലയാളികൾക്ക് സന്തോഷിക്കാനുള്ളത്, തഹ്സീൻ മുഹമ്മദ് എന്ന് പറയുന്ന ഒരു മലയാളി ഖത്തറിന് വേണ്ടി കളിക്കുന്നു എന്നുള്ളത് നമുക്കെല്ലാം അഭിമാന മുഹൂർത്തമാണ്, സന്തോഷകരമായൊരു കാര്യമാണ്. ഞങ്ങൾ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കൊച്ചുകുട്ടികൾ, ഞങ്ങളുടെ കൊച്ചനിയന്മാർ ഇതിനോട് വലിയ താല്പര്യം കാണിച്ചു തന്നെ. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞങ്ങൾ ഇതുപോലെ കൂട്ടായ്മയായിട്ട് തന്നെ ഞങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത്. അതിൽ വളരെയധികം സന്തോഷമുണ്ട്. കാരണം ലോകമെമ്പാടുമുള്ള ആൾക്കാർ ഇതിൻ്റെ ഈ ഫുട്ബോൾ പ്രേമികളും അതുപോലെ തന്നെ ഈ എന്തൊക്കെ ഇപ്പോൾ ക്രിക്കറ്റ് കളി പ്രേമികൾ തന്നെ ഇപ്പോൾ ഫുട്ബോളിലേക്ക് എല്ലാവരും തിരിഞ്ഞേക്കണേ. കാരണം ഒരു ഭയങ്കര സന്തോഷമായിരിക്കും ഇതെല്ലാവർക്കും, അല്ലേ? എല്ലാ കുടുംബങ്ങളും ഒരു സന്തോഷമായിരിക്കും. അപ്പോൾ ഏതായാലും സന്തോഷമുള്ള ഡേറ്റുകൾ കടന്നു തന്നെ. അതിൽ നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യണം. ഇനി 20 തീയതി വരെ, ജൂലൈ 20 തീയതി വരെ വളരെ സന്തോഷമാണ്.